ബാക്കിയിലെ വൈദ്യുതി ചാർജ് വർധന, അവശ്യ സാധനങ്ങളുടെ വില വർധന, ഇപ്പൊ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി വർധന, ഇതിലൊക്കെ പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് പുതിയ ഒരു പരിപാടിയുമായി ടോളുകളെ എതിർത്തിരുന്ന ഇടതുപക്ഷം തന്നെ കേരളത്തിൽ കിഫ്ബി റോഡുകൾക്ക് ടോളുകൾ ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുന്നു. വീണ്ടും പൊറുതിമുട്ടിയിരിക്കുന്ന മലയാളികളുടെ മേലിൽ എടുത്തിടുന്ന പോലെയല്ലേ ഈ ടോൾ സംവിധാനം വന്നു കഴിഞ്ഞാൽ? അല്ലെ, കിഫ്ബി വന്നപ്പോൾ തന്നെ എന്താണ് കിഫ്ബിയുടെ മികവ്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് തോമസ് ഐസക് ഈ പറയുന്ന പദ്ധതിയുമായി നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് തന്നെ കേരളത്തിലെ വലിയ സാമ്പത്തിക ശാസ്ത്ര രംഗത്തുള്ളവരും അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ കോണുകളിൽ നിന്നുമൊക്കെ തന്നെ കൃത്യമായിട്ട്, അതായത് യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു വിധമായ വികസനാത്മകതയും ഇല്ലാതെ ഈ പറയുന്ന ഫണ്ട് കടമായി എടുത്ത് നിർമ്മിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന സർവീസ് കാര്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കപ്പെടുമ്പോൾ ഇതിന്റെ തിരിച്ചടവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് അന്ന് തന്നെ എന്താണ് പല കോണുകളിൽ നിന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇന്ന് അതിനുള്ള മറുപടി എന്ത് ചെയ്യുന്നു? വന്നിരിക്കുന്നു എന്താണ്? ടോൾ വിരിക്കാവുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ റോഡുകൾ, അതായത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ അഭിമാനം എന്ന് പറഞ്ഞ് നാട് മൊത്തം എന്താണ് വികസനമായിരുന്നത്? കിഫ്ബി ഫണ്ടിൽ നിന്നും 20,000 കോടി, 50,000 കോടി, 1,00,000 കോടി കൊണ്ടുവന്ന് എന്ത് ചെയ്തു? അത് ചെയ്തു. റോഡ് നിർമ്മിച്ചു, പാലം നിർമ്മിച്ചു, അല്ലെങ്കിൽ വ്യവസായ പാർക്ക് നിർമ്മിച്ചു, അല്ലെങ്കിൽ എന്താണ് സ്കൂളുകളുടെ എല്ലാം ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കിയെന്നല്ലാതെ ഈ പറയുന്ന തിരിച്ചടവിന്റെ കാലം വന്നപ്പോഴേക്കും എന്തില്ല, കൈമലർത്തുന്ന ഒരു സമീപനമാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താണ് കടം വാങ്ങുന്ന പണം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഏതെങ്കിലും തരത്തിലുള്ള വികസനങ്ങൾക്ക്, അതായത് ആ കടം വാങ്ങുന്ന പണം ഉപയോഗപ്പെടുത്തി 50% എന്ത് ചെയ്യണം? തിരികെ കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കണം. ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 87, അതായത് CAG റിപ്പോർട്ടിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പറയുന്ന കടമെടുക്കുന്ന പണത്തിൽ 87% പണവും പെൻഷൻ കൊടുക്കാനും എന്താണ് ശമ്പളം കൊടുക്കാനുമാണ് ഉപയോഗിക്കുന്നത്. 12-13% പണം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വികസനത്തിൽ നിന്നല്ലാതെ എങ്ങനെ എന്ത് ചെയ്യാൻ കഴിയും? തിരികെ അടക്കാൻ പണമില്ല, റീപേയ്മെന്റ് കപ്പാസിറ്റി ഇല്ലാത്തൊരു അവസ്ഥയായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നു. അപ്പൊ ഇത് വളരെ വലിയ കാര്യമാണ്. അതിന് ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ പറയുന്ന ദീർഘവീക്ഷണമില്ലാത്ത സമീപനത്തിന് ഇനി അതായത് ഇവിടെ നാഷണൽ ഹൈവേ യാത്ര ചെയ്താൽ എന്താണ്? ടോളിന്റെ വലിയ അസംഖ്യമായിട്ടുള്ള ടോളാണ് അടയ്ക്കേണ്ടത്. ഇനി സർക്കാർ നിർമ്മിച്ച റോഡുകളിലൂടെ, പഞ്ചായത്ത് റോഡിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന റോഡുകളിലൊക്കെ പോകണമെങ്കിലും എന്ത് ചെയ്യണം? ടോൾ കൊടുക്കണം എന്നുള്ള സമീപനം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ആക്ച്വലി അതൊരു വലിയൊരു ഭീകരമായ അവസ്ഥ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവിട്ട് നിർമ്മിച്ച റോഡുകൾക്കാണ്, കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകൾക്കാണ് ടോളുകൾ ഏർപ്പെടുത്തുമെന്ന് പറയുന്നത്. ഇതിനെ ടോൾ എന്ന് വിളിക്കാതെ യൂസർ ഫീ എന്ന് വിളിച്ച് ചെറുതാക്കി കാണുന്ന കുറച്ച് ആൾക്കാരുമുണ്ട്. പക്ഷെ ഈ ടോളുകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനെതിരെ പ്രക്ഷോഭം അഴിച്ചുവിടുന്നത് ആളുകളാണ്, ഇടതുപക്ഷം എന്ന് പറയുന്നത്. ആദ്യ പിണറായി സർക്കാർ വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഒരു സർവീസ് ചാർജും ഇല്ലാതെ ഫ്രീ ആയി യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡുകളാണ് കിഫ്ബി വഴി ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ എന്തായി എന്നുള്ളൊരു ചോദ്യമില്ലേ? കിഫ്ബിയുടെ ഈ പറയുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ കിഫ്ബി എന്തായിരുന്നു എന്ന് സർക്കാർ ഉയർത്തി കാണിച്ച അതിന്റെ നേർ വിപരീതമായിട്ടാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, അന്ന് CPM നേതാക്കന്മാർ പറഞ്ഞ അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറഞ്ഞ ഈ പറയുന്ന ബൈറ്റുകളൊക്കെ തന്നെ ചാനലുകളിലുണ്ട്. അതെ, ഇപ്പൊ തോമസ് ഐസക്കിന്റെ ഒരു ബൈറ്റ്, അദ്ദേഹമാണല്ലോ കിഫ്ബിയും കൊണ്ടുവരുന്നത്. പിന്നെ അദ്ദേഹമാണ് അന്താരാഷ്ട്ര കണ്ടുപിടുത്തമായിട്ടാണ് കൊണ്ടുവരുന്നത്. അതെ, ഇപ്പൊ അദ്ദേഹം തന്നെ കൈമലർത്തുകയാണ്, കാരണം തിരിച്ചടയ്ക്കാൻ വേറെ വഴിയില്ല. അല്ല, ഇത് ബോണ്ടുകൾ വെച്ച് അന്ന് തന്നെ പ്രതിപക്ഷം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇതൊരു മസാല ബോണ്ടുകൾ പോലെയുള്ള ബോണ്ടുകൾ നമ്മളെ പണയപ്പെടുത്തി സ്വരൂപിക്കുന്ന പണമാണ്. കാരണം ഒരാളൊരു പണം, അതായത് സർക്കാരിന് കൊടുത്താലും അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നിന്നും കടമെടുക്കുന്ന പണമായാലും ആ പണം തിരിച്ചടച്ചേ മതിയാകത്തുള്ളൂ കൃത്യമായിട്ട്. അതായത് ഈ പണം നൽകുന്നവന് കൃത്യമായി എന്തുകൊണ്ട് എഗ്രിമെന്റ് ചെയ്ത് മാത്രമേ അവ എന്ത് ചെയ്യത്തുള്ളൂ, പണം നൽകത്തുള്ളൂ. സ്വാഭാവികമായിട്ട് ഇതിന്റെ റീപേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഘട്ടമെത്തിയപ്പോഴേക്കും എന്താണ്, സർക്കാരുകളുടെ മുമ്പിൽ എന്തില്ല, യാതൊന്നും ചെയ്യാനില്ല. കാരണം ഈ കിഫ്ബി വഴി ഉണ്ടാക്കി അല്ലെങ്കിൽ കിഫ്ബി മൂലം വീർത്തു തടിച്ച ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സൊസൈറ്റികളുണ്ട്. കാരണം സർക്കാർ വർക്കുകളും ഇവിടുത്തെ നമുക്കറിയാം, കഴിഞ്ഞ ഭരണകാലത്തും അല്ലെങ്കിൽ ഈ ഭരണകാലത്തും ഒക്കെ തന്നെ ഈ പറയുന്ന സ്കൂളുകളുടെ ആയാലും പാലങ്ങളുടെ ആയാലും റോഡുകളുടെയും ഒക്കെ തന്നെ ടെൻഡറുകളൊക്കെ എടുത്തത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഭരണത്തിൽ സ്വാധീനമുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ സ്വയം കോൺട്രാക്ടർമാരായിട്ടാണ് എടുത്തിട്ടുള്ളത്. കേരളത്തിൽ എല്ലായിടും കാണാം. അപ്പൊ അവർ നടത്തിയ, ഇവിടെ ആരും പറഞ്ഞില്ല എന്താണ് ഇങ്ങനെ കിഫ്ബി കൊണ്ട് എന്ത് ചെയ്യാൻ റോഡ് പണിയാൻ ആരും പറഞ്ഞില്ല. ഇതിപ്പോ ഇവര് നടത്തിയ തട്ടിപ്പിന് അല്ലെങ്കിൽ ഇവർ ആസ്വദിച്ച പൈസക്ക് വരെ നമ്മൾ സാധാരണക്കാർ തിരിച്ചു പൈസ കൊടുക്കണം.
അവർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി, അത് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന യൂസർ ഫീ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് അറിയാത്ത ഫീ എന്നൊക്കെ പറഞ്ഞ പുതിയ പുതിയ പേരുകളിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. പക്ഷെ ഇതെന്താണ്, കൃത്യമായിട്ടൊരു ടോള് തന്നെയാണ് ജനങ്ങൾക്കെതിരെ, അതായത് ഈ പറയുന്ന അധിക ഭാരത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് ജീവിക്കാൻ വഴിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക് ആശ്വാസമായി ഒന്നും കൊടുക്കാതെ എന്ത് ചെയ്യുകയാണ്, ടോള് കൂടെ കൊണ്ടുവരികയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗ്രാമീണ റോഡുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സംസ്ഥാന പാതകളിലൂടെ ഒക്കെയാണ് ജനങ്ങളെ സംബന്ധിച്ച് ഇവിടെ ടോള് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഫീ മാത്രമല്ല, ഇവിടെ എല്ലാത്തിനും വില കൂടാൻ പോകും. അപ്പോൾ കാരണം ഇവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷന് പോകുന്ന സംവിധാനങ്ങൾ അവർക്കപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് വില കൂടും. അല്ലെങ്കിൽ ബസ് ഗതാഗത സംവിധാനങ്ങളിൽ എന്ത് ചെയ്യും, അത് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇവിടെ സാധാരണക്കാരന് റോഡിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത എന്ത് ചെയ്യാം, ബുദ്ധിമുട്ടിലാകുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ റോഡുകളെ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സർക്കാരുകൾ ചെയ്യേണ്ടത്, ജനങ്ങൾക്ക് ആശ്വാസം, അതായത് വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റുകൾ ഭരിക്കേണ്ടത്, അല്ലാതെ എന്താണ് ജനങ്ങളെ കൊള്ളയടിക്കാനല്ല. അപ്പോൾ ജനങ്ങളുടെ വെൽഫെയർ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താണ് മെച്ചപ്പെട്ട റോഡും അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഈ പറയുന്ന അവർക്ക് യാത്രാ സൗകര്യങ്ങളും അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഈ പറയുന്ന ഓഫീസുകളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ അത് ജനങ്ങളുടെ അവകാശമാണ്. ഇതൊന്നും കൊടുക്കത്തുമില്ല, കൊടുക്കുകയും ചെയ്തു, ഈ പറയുന്ന കൊടുത്തെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇത് ഫ്രീ ആയിട്ട് തന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറെ കാലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് പൈസ ഇങ്ങോട്ട് തരാം. ഇനി പൈസ അത് എത്ര കാലമെന്ന് അറിയുന്നില്ല. നമ്മുടെ രാജ്യത്തെ ടോളുകളൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കൊള്ളയാണ് ജനങ്ങൾക്കെതിരെ. കാരണം എന്താണ് 100 വർഷത്തേക്കോ 50 വർഷത്തേക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത് എഗ്രിമെന്റുകൾ പോകുന്നത്. അപ്പൊ ഈ എഗ്രിമെന്റുകൾ പ്രകാരം എന്ത് ചെയ്യപ്പെടുന്നു, ഈ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ സർക്കാരുകൾ ഉണ്ടാക്കിയ കരാറുകളുടെ പേരിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലെ ഒരു സ്ഥലത്ത് വരെ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് വരെ പോകുന്നതിന് വേണ്ടി യാത്ര ചെയ്യുന്ന സാധാരണക്കാരൻ വരെ ഇതിന്റെ എന്ത് ചെയ്യുന്നു, പൈസ കൊടുക്കേണ്ടി വരുന്നു. സാധനങ്ങളുടെയൊക്കെ തന്നെ വില എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനങ്ങളുടെയൊക്കെ തന്നെ ചാർജുകൾ ഉയരുന്നു. അങ്ങനെ ജനങ്ങളെ മുഴുവൻ, അതായത് നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പറയുന്നു യാത്ര ചെയ്യുന്നവർ മാത്രം എന്ത് ചെയ്താൽ പോരെ, ടോള് കൊടുത്താൽ പോരെ, ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ പോരെ എന്ന്. അങ്ങനെയല്ല കാണേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ ഇത്തരത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പെട്രോളിയം ഡീസലിന്റെ നികുതി വർധന അല്ലെങ്കിൽ ടോൾ ചാർജിന്റെ വർധന അല്ലെങ്കിൽ പുതിയ ടോള് കൊണ്ടുവരാൻ പോകുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് സമൂഹ സ്പർശിയായിട്ടുള്ള നടപടികളാണ്. സമൂഹത്തിലെ എല്ലാവരെയും അത് ബാധിക്കും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ടോള് വരുമ്പോൾ അതിന്റെ പ്രത്യേകതകളായിട്ട് ഞാനൊരു പത്രത്തിൽ വായിച്ചതാണ്. അതിന് പ്രത്യേകതകൾ പറഞ്ഞു, ഉപയോഗിക്കുന്ന റോഡിന് മാത്രം പൈസ കൊടുത്താൽ മതി. അതെല്ലായിടത്തും അങ്ങനെയല്ലേ, ഉപയോഗിക്കാത്ത റോഡ് പൈസ കൊടുക്കുക. രണ്ടാമത്തെ പ്രത്യേകത, അവിടെ സമീപവാസികൾക്ക് ടോൾ, അതെല്ലാ ടോളുകളിലും അങ്ങനെയാണ്, നാഷണൽ ഹൈവേ ടോളുകളിലും അങ്ങനെയാണ്. ഇതിനൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. ഇവര് എന്താണ് പറയാ, ഒരു അടിസ്ഥാനരഹിതമായ അല്ലെങ്കിൽ നാഷണൽ ടോളുകളൊക്കെ കൃത്യമായി എതിർക്കുന്നവരാണ്. എന്നിട്ട് അതേ സംവിധാനങ്ങൾ കൊണ്ടുവന്ന ആളുകളെ പൊറുത്തു ഇവരെയൊക്കെ അറിയാം. അല്ല, നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ കൃത്യമായിട്ട് ഈ പറയുന്ന അവരുടെ നയം വളരെ വ്യക്തമാക്കി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റോഡുകൾ പണിയുന്നത്. B2B ഈ പറയുന്ന എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് എന്താണ് ഈ പറയുന്ന ഈ ടോളുകൾ, അതായത് ഈ പറയുന്ന ടോളുകൾ നിർബന്ധമാക്കി അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് ടോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഈ 6 വരി പാതകളൊക്കെ തന്നെ നിർമ്മിക്കുന്നത്. അപ്പൊ അതിനോട് ജനങ്ങളൊക്കെ ഒരു അഡ്ജസ്റ്റബിളുമാണ്. എന്താണ് ദീർഘദൂര യാത്രികരെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ട റോഡ് എന്ന് പറയുന്നത് സമയലാഭത്തിനും അല്ലെ ഈ പറയുന്ന തിരക്ക് കുറയ്ക്കാനും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്താം. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ആരും ആവശ്യപ്പെടാതെ എന്ത് ചെയ്യുന്നു, റോഡ് 50 ലക്ഷം, കാര്യം എല്ലാ റോഡും നിർമ്മിക്കുന്നത് നമുക്കറിയാം 50 ലക്ഷം അല്ലെ 1 കോടി 5 കോടി 10 കോടി 50 കോടിക്കൊക്കെയാണ്. എന്നിട്ട് ആ റോഡുകൾക്ക് അത്ര ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. അത് മറ്റൊരു ചോദ്യമാണ്. അപ്പൊ അതിനെ കുറിച്ചൊന്നും ആരും എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്. കാരണം എന്താണ്, ഇപ്പൊ ശരി അമ്പ്ര എന്നുള്ള രീതിയിലേക്ക് മാറേണ്ടി വരുന്ന ഒരു സമീപനമാണുള്ളത്. കാരണം എന്താണ്, സർക്കാരിനെ ചോദ്യം ചെയ്യാൻ നേരത്തെ എന്തായിരുന്നു, ഭരണകക്ഷിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടി നേതാക്കന്മാര് അല്ലെങ്കിൽ എന്താണ് ഘടകകക്ഷി നേതാക്കന്മാർ, ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഇന്ന് ആരുമില്ല. ഇവിടെ ഒരു ഏകാധിപത്യ ഭരണത്തിനാണ് തുടക്കം കുറിക്കുന്നത്. അതായത് ഒരു സർക്കാരിന്റെ ഒരു ആദ്യ ഭരണകാലത്തിൽ എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് തുടങ്ങുന്നു. രണ്ടാമത്തെ അതേ സർക്കാരിന്റെ അതേ മുഖ്യമന്ത്രി തന്നെ ഭരിക്കുമ്പോൾ 2ാമത്തെ വർഷം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, പൈസ വാങ്ങാൻ, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പൊ അതിന്റെ ഒരു വിരോധാഭാസം വളരെ വലുതാണ്. ഇപ്പൊ ഈ റോഡുകളെല്ലാം നിർമ്മിച്ചിട്ട് വർഷങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. ഈ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഏത് റോഡാണെങ്കിലും എത്ര അഴിമതിയാണ് ഒരു റോഡിൽ ഉണ്ടാവുക എന്നുള്ളത്, എത്ര പെട്ടെന്നാണ് അത് കേടുവരുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ നാഷണൽ ഹൈവേസിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്കറിയാം, ക്വാളിറ്റി ഓഫ് ദ റോഡ് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ചെക്കിങ് വളരെ നിർബന്ധമാണ്. നാഷണൽ ഹൈവേ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃത്യമായിട്ടുള്ള ഒരു 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുന്നു, NHAയുടെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്ത് ചെയ്യുന്നു, നാഷണൽ ഹൈവേക്ക് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ഉപയോഗപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി പഠനം നടത്തുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തില്ല,
ഇവിടെ എന്താണ് പോകുന്നത്, അതായത് റോഡ് എന്താണ് പണിയുന്നപ്പോൾ തന്നെ എന്താണ് അവിടെ തന്നെ അടുത്ത പൊളിക്കാനുള്ള പരിപാടികൾ എന്ത് ചെയ്യും? അതെ, തുടങ്ങി വെക്കുന്നുള്ളതാണ്. തുടങ്ങുന്നുള്ളതാണ്. കാര്യം ഏതെങ്കിലും ഒരു നല്ല റോഡിന്റെ രണ്ടറ്റം പൊളിക്കാത്ത ഏതെങ്കിലും ഒരു റോഡ് കാണാൻ സാധിക്കുമോ? ഇല്ല. അത് എല്ലാരും നമ്മള് ട്രോളുകളിലൊക്കെ വായിക്കാറുണ്ട്, ഇത് റോഡ് പണിയുന്നത് നോക്കിയിരിക്കുകയാണ് KSEB വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ മൊബൈൽ കമ്പനികൾ എന്ത് ചെയ്യുകയാണ്? റോഡ് പൊളിക്കും. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന് ബദൽ മാർഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഈ വൈദ്യുതിയും അല്ലെങ്കിൽ ഈ വാട്ടർ അതോറിറ്റിയും ഒക്കെ ഉള്ളത്. ഇതൊക്കെ ലോകം മുഴുവനുള്ള കാര്യങ്ങളാണ്. മറ്റു രാജ്യങ്ങളിലും ഒക്കെ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എന്താണ്, ഇവിടെ ഇത് പണിഞ്ഞ് അതുവരെ എന്ത് ചെയ്യത്തില്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം അവരാരും എന്ത് ചെയ്യത്തില്ല. അതിനുശേഷം അന്ന് മുതൽ ഒരു JCB അവിടെ വന്ന് എന്ത് ചെയ്യും, മാന്തി എന്ത് ചെയ്യും. വേറൊരു കാര്യം, നമ്മളിപ്പോ റോഡ് പണിയുകയാണ്, അപ്പൊ ആ റോഡിന്റെ പദ്ധതി പ്രഖ്യാപിച്ചാൽ ഉദ്ഘാടനം, ആദ്യത്തെ കല്ലിട്ടാൽ ഉദ്ഘാടനം, നിർമ്മാണ ഉദ്ഘാടനം, അത് കഴിഞ്ഞ് റോഡ്, അങ്ങനെ ഒരു 5 ഉദ്ഘാടനങ്ങൾ റോഡിനുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു ചർച്ചയിൽ എനിക്ക് തോന്നുന്നു രാഹുലാണെന്ന് തോന്നുന്നു, രാഹുൽ പറയുന്നുണ്ട് രാഹുലിന്റെ നാട്ടിലൊരു റോഡ് 6 or 7 ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞ് കിടക്കുന്നത്, പക്ഷെ ആ റോഡ് റെഡി ആയിട്ടില്ല ഇതുവരെയ്ക്കും. അതിനുശേഷം ആരും തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ഇവിടെ നിർമ്മാണ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, പണം അടിക്കാനുള്ള അതെ ഏറ്റവും നല്ല കാര്യമാണ്. നമുക്കറിയാം ഇപ്പൊ ഈ ടെൻഡർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഈ ഒരു അവാർഡ്, അതായത് ഒരു അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്ക് അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, കൈയിട്ട് വരാനുള്ള വളരെ സാധ്യതകൾ കുറവുണ്ട്. അപ്പൊ അതിനെ മറികടക്കാനുള്ള ഒരു സാധ്യതയാണ് നിർമ്മാണ ഉദ്ഘാടനമോ അല്ലെങ്കിൽ പുരോഗമന ഉദ്ഘാടനമോ ഒക്കെ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എന്താണ്, വലിയ പണം അതിനുവേണ്ടി മാറ്റിവെക്കുകയാണല്ലോ. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ആരും എന്ത് ചെയ്യപ്പെട്ടില്ല. ഇവിടെ റോഡെന്ന് പറയുന്നത് സർക്കാർ തരേണ്ടതാണ്. അല്ലെ സർക്കാർ ആദ്യമേ അല്ലെ പറയണ ഞങ്ങൾ ഈ പറയുന്ന റോഡിൽ നിന്ന് എന്ത് ചെയ്യും, ടോൾ വാങ്ങും. ഞങ്ങൾ ഈ പറയുന്ന റോഡിനെ എന്ത് ചെയ്യാൻ പോവുകയാണ്, ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ പോവുകയാണ്. അപ്പൊ നമ്മൾ അതും കാണണം. ഈ പറയുന്ന കിഫ്ബി വഴി പണിഞ്ഞ മലയോര ഹൈവേ അല്ലെ മറ്റു പദ്ധതികളൊക്കെ നോക്കുമ്പോൾ അതൊന്നും തന്നെ ഒരു ലോക നിലവാരമില്ല. ഇതിപ്പോ നിലവാരവും ഇല്ല, പൈസ കൊടുക്കണം താനും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്കയ്ക്ക് കാരണമാകും.